ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോക്സ്റ്റാർ വൈറ്റിയുടെ. നമ്മളിന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. നമ്മുടെ കുറച്ച് ഫിഷസിനെ എല്ലാം കാണിച്ചു തരുന്നതാണ്. എൻ്റെ ഉള്ള മീനുകളെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് അക്വേറിയം ബൗളും ഞാൻ മിനിഞ്ഞാന്ന് 2 മീനെ വാങ്ങിച്ചായിരുന്നു. അത് 2 ബ്രീഡിംഗ് പെയേഴ്സാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ അക്വേറിയത്തിൽ നല്ലതാണ്. ഒറ്റ സൂം ചെയ്യാൻ സൂം ഔട്ട് ആയിക്കോട്ടെ. ഗൈസ്, ഇതാണ് എൻ്റെ അക്വേറിയം. ലൈറ്റ് നോക്കുകയാണ്. നമ്മുടെ അക്വേറിയം ഗൈസ് ഇങ്ങനെയുണ്ട്. ഗൈസ് കൊള്ളാവോ? ഞാൻ ഒരു 20 വണ്ണയ്ക്ക് മീനുകളുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള മീനുകളുടെ പേരെല്ലാം ഞാൻ പറയാവേ. പിന്നെ ഇതുപോലെ ഇരിക്കുന്ന എനിക്ക് കാണിക്കുന്നത് ഇതുപോലുള്ള മീനെല്ലാം അതിൻ്റെ പേര് ഏഞ്ചൽ ഫിഷ് എന്നാണ്. ഈ മീനിൻ്റെ പേര് ഏഞ്ചൽ ഫിഷ് എന്നാണ്. അതുപോലെ കുറേ മീനുകളുണ്ട്. വേറെ കളർ കൊണ്ട് ബ്ലാക്ക് ഉണ്ട്. പിന്നെ വേറെ ഒരു മീനെ കണ്ട് അങ്ങോട്ട് നീളമുള്ള മീനെ കണ്ട സൂം ചെയ്ത് കൊണ്ടുണ്ട്. ഇപ്പം ഞാൻ പോയോ പോയി തുടങ്ങാനുണ്ടായിരുന്നു. ഈ സൈഡിലുണ്ട് കാണാവോ? കണ്ടോ ഒരു വാഴുള്ള മീൻ കണ്ടോ നീളമുള്ള മീൻ പോയി. നിങ്ങൾ കാണുമല്ലോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോ. കണ്ടോ നീളമുള്ള മീൻ കണ്ടോ? ഈ മീൻ ആ മീനിൻ്റെ പേരാണ് മിസ് കേരള എന്ന് പറയുന്നത്. ആ മീനുണ്ട്, നല്ല മീനാണ്. പിന്നെ നമ്മളെ കളറുള്ള മീൻ, കളർ വിടവുണ്ട്. കുറച്ച് കളർ മീൻ, അതിൻ്റെയൊക്കെ പേരാണ് വിഡോ ടെട്രാന്നും പറയും, കളർ വിഡോ എന്നും പറയും. പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞി മീനുണ്ട്, ഭയങ്കര സീബ്ര ഫിഷ് എന്ന് പറയാം. അതിൻ്റെയൊക്കെ കാണിച്ചു തരാം. ഇവിടുണ്ട് സീബ്ര ഫിഷ്. വേറെ സീബ്ര ഫിഷ് സൂമോട്ടാക്കി കാണിച്ചു തരാം. അന്നേരം എന്തോ കളിച്ചിട്ടോ? കണ്ടോ ഇപ്പോൾ വന്നിട്ട് പോയതുണ്ടോ? കണ്ടോ ഇടയ്ക്കൂടൊക്കെ പോകുന്നത്. ഈ സൈഡിലുണ്ടോ? കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. മടിയുണ്ടോ? അതൊക്കെയാണ് സീബ്ര ഫിഷ്. അത് ഭയങ്കര വലിയ വിലയൊന്നുമില്ല. 4 രൂപ, 4 എണ്ണം 50 രൂപയേ ഉള്ളൂ. പിന്നെ വേറെ ഒരു ഗൗരാമി ഉണ്ട് എൻ്റെ കയ്യിൽ. ഗൗരാമി കാണുന്നില്ല. കാണുന്നുണ്ട്. ഇതൊരു മടിയൻ ഗൗരവയാണ്. ഈ മീന് വേണ്ടാത്ത വേഗമുള്ളതല്ലോ. ഈ വാറുള്ളൂ കണ്ടോ? ഇങ്ങനെ സൂചിക്കുന്നു. ഈ മീനിൻ്റെ പേരാണ് ഗൗരാമി. നല്ല മീനാണ്. പിന്നെ മീനുണ്ടായിരുന്നു നമ്മുടെ ഇത് പായലല്ല, അക്കുറത്തിനകത്തുള്ള പായലും അഴുക്കും എല്ലാം തിന്നുന്ന മീൻ. ആ മീന് ഇവിടെ കാണിച്ചു തരാം. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം കാണത്തില്ല. കാണുവാണെങ്കിൽ കാണിച്ചു. ഇതൊക്കെ ഈ മണ്ണിൻ്റെ ഇടയ്ക്കും കല്ലിൻ്റെ ഇടയ്ക്കും ഒക്കെ കയറിയിരിക്കും. പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള മീൻ. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് എല്ലാം. പിന്നെ ഒരു ഡ്രിഫ്റ്റ് വുഡിന് തന്നെ വില അറിയാം. ഈ ഒരു വുഡ് അത് ഒരു തടിയാണ്. ഒരു തടിക്ക് 1000 സംതിങ് റുപ്പീസാണ് ഒരു തടി. പിന്നെ ഈ കല്ല് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടിയല്ലാണ്. ഈ ബ്ലാക്ക് കല്ല് ഒഴിച്ച് ഇതെല്ലാം തോട്ടിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ്. പിന്നെ ഒരു ഫിൽറ്റർ, നല്ലൊരു ഫിൽറ്റർ. നല്ല ഫിൽറ്റർ ഗൈസ്. നിങ്ങൾ അക്വേറിയം വാങ്ങിയാണ് ഈ ഫിൽറ്റർ വാങ്ങിച്ചോട്ടെ. നല്ല ഫിൽറ്റർ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സാൻഡ്, പിന്നെ കുറച്ച് കളറുമല്ല, അതൊക്കെ ഇവിടെ ഇരുന്നതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി ഈ
അക്കോറത്തിന് ഫുള്ള് വില റേറ്റ് പറയുമ്പോൾ 7000 രൂപയ്ക്കാണ്. ഞങ്ങൾ 7000 അല്ല, കറക്റ്റ് 7000 അല്ല, 7000 മണ്ടയ്ക്കുള്ളതാണ് ഈ അക്കോറിയം. പിന്നെ പുറകിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആണോ? നമ്മൾ സ്റ്റിക്കറാണ്, സ്റ്റിക്കർ പുറകിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെ ഉണ്ടോ പുറകിൽ? നല്ല രസമാണ്, അതൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അക്കോറത്തിനകത്തെ ഫിഷ്. പിന്നെ ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വന്നിട്ട് ലൈറ്റ് ഉണ്ട് വരുന്നത്. അത് 3 കളറായിട്ടാണ് വരുന്നത്. മനസ്സിലായി വെച്ചോട്ടെ. സെറ്റായോ? സെറ്റ്. അപ്പോൾ ഇത് ഇപ്പോൾ നോർമൽ ലൈറ്റ്, എല്ലാ അക്കോറത്തിനും ഇവിടുന്ന് നോർമൽ ലൈറ്റ്. ഇത് പിങ്ക് കളർ ലൈറ്റ്. കാണാൻ പറ്റുമോ? ഇച്ചിരി കൂടെ ഡാർക്കാണ് വീഡിയോ കാണുന്നതിനെക്കാട്ടിൽ. പിന്നെ കളർ പിന്നെ ഇത് ഇച്ചിരി ലൈറ്റ് വൈറ്റ് ഉണ്ടോ? ഈ വൈറ്റിലും ഈ വൈറ്റിൽ വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ വീഡിയോക്കകത്ത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. അല്ലാതെ ഇത് 3 ഗ്ലാസ്സാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബെറ്റ ഫിഷിന് എടുക്കണം. ബെറ്റ ഫിഷ് അപ്പോൾ ഇവിടെയാണ് ബെറ്റ ഫിഷ്. ഇതാണ് നമ്മുടെ ബെറ്റ ഫിഷ്. ആദ്യം തന്നെ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഫീമെയിലും ആയിരുന്നു. ഫീമെയിൽ ഭയങ്കര ചെറുതാണ് മെയിലിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ അയ്യേ ഈ ഉള്ള സാധനമാണോ ബെറ്റ ഫിഷ് എന്ന് പറയുന്നത്? ഈ കുഞ്ഞ് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അത് അഗ്രസീവാണ്. അവിടെ കൈ വെച്ച് കൊടുത്താൽ കടിക്കും. പിന്നെ നമ്മളിവിടെ എന്നെ ഒരു ദിവസം ഇതിപ്പോൾ എന്നോട് ഇറങ്ങിയാണ്, അങ്ങനെ വലിയ അഗ്രഷൻ ഇല്ല. നോക്കാം, കൈ വെച്ചിട്ടുണ്ട്. കടിച്ചാൽ കടിച്ചു, കടിച്ചില്ല. കണ്ടോ അഗ്രസീവ്? കണ്ടോ? നമ്മൾ തീറ്റ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് ഇപ്പോൾ കടിച്ചത് ഇവിടെ കൊണ്ടുവച്ച് അപ്പോൾ ഇതൊന്ന് ചാടി ഒരടി. വേദനയൊന്നും എടുക്കത്തില്ല ഇതിൻ്റെ കടിക്ക്. ഇതാണ് നമ്മുടെ ഫീമെയിലിൻ്റെ ഇത്. ഫീമെയിലിൻ്റെ ബെറ്റ ഫീമെയിലാണ്. അടുത്തവളെ മെയിലിനെ കാണിച്ചു തരാം. മെയിൽ എല്ലാ രസമാണ്, സൂപ്പറാണ്. കണ്ടോ? കാണാം. ഈ പന്ന സാധനം അങ്ങോട്ട് പോകും. വാടേ എങ്ങോട്ടോ? എങ്ങനെ കാണിച്ചു തരാം? കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? അവിടെ മണ്ടയ്ക്കൂന്ന് കാണിച്ചു തരാം. മണ്ടയ്ക്കൂന്ന് കാണിച്ചു കണ്ടോ? എന്ത് ഈ സൂപ്പർ മീൻ വരുന്നുണ്ട്. ആശാൻ വരുന്നുണ്ട്. പക്ഷെ മണ്ടയ്ക്കോട്ട് നോക്കിയത് ചാടും. ഇത് നല്ലോണം ചാടും കേട്ടോ ഈ മീൻ. കണ്ടുകൊണ്ട് നല്ല രസമാണ്. ഫുഡൊക്കെ എളുപ്പം നല്ല അടിച്ചെടുക്കും. തൊടാനൊന്നും സമ്മതിക്കില്ല. കൈ കൊണ്ട് വെക്കുമ്പോഴേ താഴോട്ട് പോകും. ഒരു കുത്തെടുത്ത് വെക്കാം. തക്കടേ കൊടുക്കാച്ചി തൊട്ടിട്ടുണ്ട്. പേടിയാണ്. നമ്മളിത് രണ്ടും കൂടെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്, രസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ അങ്ങനെ ബ്രീഡിങ്ങിൻ്റെ ആയിരിക്കും വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പോഴും വരുന്നില്ല, കുറച്ചാളിങ്ങനെയുള്ള രസം കണ്ടേ. ഇത് ചെറിയൊരു ബൗള്, വലിയൊരു ബൗള്. വലുത് ഇത് വെറ്റാടെ വലിയ ആശാൻ, ഒരു ചെറിയതിൽ ചെറിയ ആശാൻ. അപ്പോൾ ഇതിനകത്തൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ബൗളാണ്. ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കല്ല് മാത്രം വെച്ചിട്ടുണ്ട്. വലിയ എക്കറേഷൻ വെക്കുവാണെങ്കിൽ ഈ സ്ഥലം കാണത്തില്ല പോകാൻ. ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഫാമിലൊക്കെ, മീനിൻ്റെ ഫാമിലൊക്കെ ഒരു കുപ്പി ഉറിച്ച് വെച്ചിട്ട് അതിൽ പകുതി എടുത്തിട്ട് കുപ്പി പകുതിയോടെ ഉറിക്കുക. അത് ടൈലത്തൊക്കെ ഇട്ടാണ് വളർത്തുന്നത്. അപ്പം ഇത് ഭയങ്കര ബ്രീഡ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കൊരു തീറ്റ കൊടുത്ത് വെക്കണം. ഒന്ന് കൊടുത്ത് കാണിക്കും, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമ്മൾ ചാകുവാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിൾ കൊണ്ടാണ്. ഇങ്ങോട്ട് ഇട്ടെടുക്കുക. കണ്ടോ? എന്ത് ചെയ്തു? അടിച്ചോ? ഇല്ല, അടിച്ചില്ല ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചോണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. കൊടുക്കണ്ടായിരുന്നു. കൊടുത്തേക്കാം. അതിങ്ങനെ വരുന്നത് അത് കണ്ടാലേ തിന്നത്തുള്ളൂ. അവന് കണ്ടോ? ഫുഡ് കഴിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്? കണ്ടോ? എനിക്കൊരു സംശയം ഇല്ലാതില്ല.
എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ ഫീമെയിൽ കൊടുത്തു നോക്കാം. ഫീമെയിൽ നമ്മൾ ഫുഡ് ഏതാവേ കാണിച്ചു തരാവേ. അതേ കൊടുക്കട്ടെ. എവിടാ പോയത്? അതെവിടാ ഗൈസ് പോയത്? എങ്ങോട്ടാ ഇട്ട് കൊടുത്തേ? എനിക്കിടയിൽ എന്നെ കണ്ടപ്പോരെ ഞാൻ കണ്ടുമില്ല. ഇപ്പോൾ ഫുഡിട്ട് കൊടുക്കുകയാണ്. എൻ്റെ കൈ കാണാമോ? ഇത്തിരി കുഞ്ഞ് ഫുഡാണ് കൊടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടോ ഇരിക്കുന്നത് കണ്ടോ എനിക്കത്. നമ്മുടെ ഫീമെയിലാണിത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനുകൾ. എനിക്ക് ചെറിയ മൂക്കളപ്പുണ്ട് ഗൈസ്. പനീര് വരാനാണെന്ന് തോന്നുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പിന്നെ നമ്മുടെ ഫുഡ് കാണിച്ചു തരാവേ. ഫുഡ് നമ്മുടെ ഈ ഫൈറ്റർ കൊടുക്കുന്നത് ബെറ്റാക്കി കൊടുക്കുന്നത്. ബെറ്റാന്ന് പറയും, ഫൈറ്റർ എന്ന് പറയും. ഈ രണ്ട് മീനും കൊടുക്കുന്നത് ഇതാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത് നല്ല മീനാണ്. ന്യൂട്രീഷനൊക്കെ കിട്ടുന്ന മീൻ ഇതാണ്. ഗ്രീഡിയുടെ റാറ്റ് 100 രൂപയാണ്. 100 രൂപയൊന്നും ഇല്ല. നമ്മുടെ കടയിൽ 50 രൂപയ്ക്ക് കിട്ടും. മണ്ണിക്കുളത് ഓമൈ പെറ്റ്സ് അക്വാറിയത്തിലാണ് ഞാൻ ഈ പെറ്റ്സിൻ്റെ എല്ലാം വാങ്ങിച്ചത്. മീനെല്ലാം വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ഈ അക്വാറിയത്തിലുള്ള ഇത്രയും മീൻ ഞാൻ ഒരു ഫുഡാണ് കൊടുക്കുന്നത്. ആ ഫുഡാണിത്. നല്ല ഫുഡാണ്. നല്ല ന്യൂട്രീഷനൊക്കെ ഫുഡ്. 100 രൂപയാണ് വില. പക്ഷേ നമുക്ക് 50 രൂപയ്ക്ക് കിട്ടും. ഇത് ഗ്രീഡി എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ടെട്രാ പെലറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. മറ്റേതിൻ്റെ പേര് ബെറ്റാ പെലറ്റ്സ് എന്നാണ്. ബെറ്റാ പെലറ്റ്സ്. നമ്മളിച്ചിട്ട് ഒരെണ്ണം വെച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു ദിവസം 3 ഇട്ട് കൊടുത്തു. അറിയാമോ? ഒരാൾ വന്നപ്പോൾ ഇട്ട് കൊടുത്തു കാണിക്കാൻ വേണ്ടി ഒരു വെച്ച് കാല് പിടിച്ചു. പിന്നെ നിങ്ങൾ വന്നപ്പോൾ കൊടുത്തു. ചത്തുവാണ് നിങ്ങളെ റെസ്പോൺസിബിളാണ് കേട്ടോ ഗൈസ്. ചുമ്മാറ ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.